നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലും ഒരു കുഞ്ഞു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. കട്ടിപ്പത്തിരി അഥവാ കൈപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ. ഞാനിവിടെ ഒരു 15 പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ വേണം. അപ്പോൾ അതും കൂടി ഒന്ന് തേങ്ങ ചിരകിയെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് അളവിൽ തേങ്ങ വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിതിൽ 15 പത്തിരി ആയതുകൊണ്ടാണ് ഞാൻ ഒരു മുറി തേങ്ങ എടുക്കുന്നത്. നമുക്ക് വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ കുറച്ച് തേങ്ങ എടുത്താൽ മതിയാവും, ഒരുപാട് തേങ്ങ ആയി പോകണ്ട. പിന്നെ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ സാധാരണ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന പോലെ കിളരി എടുക്കുകയല്ല. അപ്പോൾ അതിനായിട്ട് ഇതാ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി കെറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3-4 അല്ലി ചുവന്നുള്ളി വേണം, അതും കൂടി നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ അതാ വലിയൊരു പാത്രത്തിലേക്ക് ഞാനിത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നെയ്സ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന, നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നൊക്കെ പൊടിയില്ലേ, സാധാരണ പച്ചരി മില്ലിൽ കൊണ്ടുപോയി വറുത്തിട്ടുള്ള അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അധികവും പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്ത് തന്നെയാണ് കേട്ടോ എടുക്കൽ. അപ്പോൾ അതാണ് അങ്ങനെയാണ് ഉണ്ടാക്കി പോകുന്നത്. ചിലവർ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെ പച്ചരി എടുക്കലുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ കഴുകി ഊറ്റിയിട്ട് മില്ലിൽ കൊണ്ടുപോയി വറുപ്പിക്കലാണ്. മുമ്പൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വറുക്കലും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെ മെനക്കെടലില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എത്രയാണോ വെള്ളം വെച്ചാൽ അത് തിളച്ചതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് അങ്ങനെ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് നമ്മൾ ചട്ടകം വെച്ചിട്ട് നന്നാക്കി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. പിന്നെ ചെറിയൊരു ചൂട് ആറിയതിന് ശേഷം ഒരു തട്ടിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം ആക്കിയിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചധികം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം തളിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആ കിളരിയ വെള്ളം കുറച്ച് മതിയാവാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, എങ്കിൽ തന്നെയുള്ളൂ ആ പത്തിരി നന്നായി വരികയുള്ളൂ. പിന്നെ എന്താ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക വരുന്നതിന് മുന്നേ തന്നെ ഞാൻ വേഗം മുറ്റടിച്ച് കാര്യമിട്ടാണ്. അപ്പോൾ ഇവിടെ വണ്ടി കൊണ്ടുവച്ചാൽ പിന്നെ പിറ്റേന്ന് ഞാൻ എണീറ്റ് വരുമ്പോൾ നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് അപ്പോൾ ഞാൻ വൈകുന്നേരം തന്നെയാണ് ഡെയിലി അടിക്കൽ. അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് മുറ്റൊക്കെ ഒന്ന് അടിച്ച് ഗേറ്റൊക്കെ ഒന്ന് തുറന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പണീൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ അതിന് വരണ്ടല്ലോ. അപ്പോൾ ഇക്കാക വന്നാൽ വണ്ടി നിർത്തിക്കോളും. പിന്നെ അല്ലേ വണ്ടി ഗേറ്റ് തുറന്നു കൊടുക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വീണ്ടും വന്നത്. പിന്നെ ഞാൻ വലിയ പാനിലാണ് നൈസ് പത്തിരി ചുടുന്ന പാനിലാണ് കേട്ടോ ചുടുന്നത്. ഇത് ശരിക്കും ഈ പത്തിരി നമ്മൾ അടുപ്പിൽ നമ്മൾ ഓട്ടടൊക്കെ ചുടുന്ന ഓടില്ലേ, ഒരു മണ്ണിൻ്റെ അതിലാണ് കേട്ടോ ഇത് ശരിക്കും ചുട്ടാൻ നന്നാവുക. പിന്നെ അതേപോലെ വാഴൻ്റെ ഇലയിൽ വെച്ചിട്ട് പരത്തിയെടുത്താലും നന്നായി. ഇതിപ്പോൾ കുറച്ചധികം പത്തിരി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുമ്പോൾ തന്നെ ഒരുപാട് സമയമാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരുമിച്ചൊരു 3-4 എണ്ണമൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൈസ് പത്തിരിയൊക്കെ ചുടുന്ന ആ ഒരു കല്ല് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാട്ടോ എടുത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ തടവി കൊടുത്തിട്ട് ഓരോ ഉണ്ടകളാക്കി എടുത്തിട്ട് അതിൽ ഇങ്ങനെ ഇതേപോലെ പരത്തിയെടുക്കുകയാണ് കേട്ടോ. കൈയിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് വേണം കേട്ടോ പരത്താൻ, അല്ലെങ്കിൽ നമ്മൾ ആ കൈയടയാളൊക്കെ വരും. അപ്പോൾ നന്നായിട്ടൊന്നും വെന്ത് കിട്ടൂല. പരത്താൻ തുടങ്ങിയാൽ പിന്നെ നല്ല സ്പീഡിൽ അങ്ങനെ പരത്തി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇതേപോലെ തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. പിന്നെ അത് നമ്മളൊന്ന് റൗണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആ ഭാഗമൊക്കെ ചില ഭാഗം നല്ല ഇതിൽ വരില്ലല്ലോ. അപ്പോൾ ഇതേപോലെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ റൗണ്ടായി വരും കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ല, ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കട്ടിയായി പോകും വേണ്ട, വളരെ തിന്നായി പോകും വേണ്ട, ആ ഒരു രൂപത്തിലാണ് ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. പിന്നെ അത് പാന് നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇത് ചുടാൻ പറ്റുള്ളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതേ ഒരു റൗണ്ടാണ് വേണ്ടിയത്. പിന്നെ ആദ്യം തന്നെ നല്ല ചൂട് തന്നെയാണ് കേട്ടോ ഇത് ചുട്ടെടുക്കേണ്ടത്. നമ്മൾ സാധാരണ നൈസ് പത്തിരി ചുട്ടെടുക്കുന്ന പോലെ ആദ്യം ഒന്ന് ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ രണ്ടാമത്തെ മറിച്ചിടലാണ് കുറേ സമയം വേണ്ടിയത്. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര സമയം എന്നൊക്കെ നമുക്ക് സാധാരണ ചുട്ടെടുക്കുന്നതിനോട് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒന്നും കൂടി ഒന്ന് മറിച്ചിടണം. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് മറിച്ചിടലാണ് അതൊന്ന് പൊന്തി വരിക. അപ്പോൾ പൊള്ളി വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് കുറച്ചധികം പത്തിരി ഉണ്ടാക്കാനുള്ളതിനോട് തന്നെ ഞാൻ അപ്പുറത്ത് ഒരു പാനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്കിലേ ഉള്ളൂ ഒരുമിച്ചത് തീരേ ഉള്ളൂ. നോമ്പായതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി എടുക്കുകയും വേണമല്ലോ. അപ്പോൾ പത്തിരി തന്നെ നിന്നാൽ പോരല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെച്ചത്. ഇതിപ്പോൾ നല്ല ചൂട് തന്നെ ഓരോന്നായിട്ട് ക്ഷമയോട് കൂടിയിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് ഒന്ന് നന്നാവും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-15 എണ്ണവും ഇങ്ങനെ ചുട്ടെടുക്കാനുള്ളതിനോണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അത് എനിക്കൊരാൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്തിരി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയത്. അപ്പോൾ അത് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. അടുത്ത് തന്നെ നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.